നമസ്കാരം, രുചികെട്ട ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇപ്പം എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി വിഭാഗത്തിൽ പെടുന്നതാണ് സാലഡ്സ്. എല്ലാ കാലത്തും എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ എല്ലാവരും ഹെൽത്തൊക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സാലഡ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ഒരു സാലഡിൻ്റെ ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നിലക്കടല എടുത്തിട്ടുണ്ട്. നിലക്കടല ഞാനൊരു 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കുക്കുംബർ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, അതുപോലെ ആപ്പിള്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നാരങ്ങ നീര് വേണം. അപ്പോൾ ഇപ്പം കുക്കുംബർ ആയാലും ക്യാരറ്റ് ആയാലും ഒക്കെ നമ്മുടെ എത്രയാണ് വേണ്ടതെന്ന് നോക്കി അങ്ങനെ ഇടുകയാണ് ചെയ്യുക. പിന്നെ വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പ് വേണം, അതുപോലെ തന്നെ മുളക് പൊടി ഒരു 1/4 ടീസ്പൂണ്, കുരുമുളക് പൊടി വേണം, പിന്നെ മഞ്ഞൾ 1/4 ടീസ്പൂൺ വേണം. ഇത് നമ്മുടെ ജീരകം ഉണ്ട്, നല്ല ജീരകം, ക്യുമിൻ വറുത്ത് പൊടിച്ചതാണ്. ഇതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ ഗരം മസാല, അതുപോലെ തന്നെ ചങ്കി ചാറ്റ് മസാല ഒരു 1/2 ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. ഗരം മസാലയും 1/4 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും കാര്യങ്ങളും കൂടെ വേണം. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നിലക്കടല ഉണ്ടല്ലോ, നിലക്കടല ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനുവേണ്ടി കുക്കറിലേക്ക് ഇട്ടു, നന്നായിട്ട് കഴുകി എടുത്തതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു 4 വിസിലോളം വരണം. ഹൈ ഫ്ലെയിമിലിട്ട് 4 വിസിലിൽ വെന്ത് കിട്ടും. നമുക്ക് വേവിച്ചെടുക്കാം. ഇത് നിലക്കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സും അതുപോലെ തന്നെ കുക്കുംബർ, ക്യാരറ്റ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ആ ഒരു ക്വാണ്ടിറ്റി നോക്കിയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതാ നമ്മൾ ആപ്പിള്, ക്യാരറ്റ്, കുക്കുംബറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുക്കുംബർ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ആ സീഡ്സ് ഒന്ന് കളയാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മല്ലിയില, പിന്നെ ഇതാ ലെമൺ ജ്യൂസായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പീനട്ട് വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം വേണ്ട. ഇതിലേക്ക് ഇനി കുക്കുംബർ ഇട്ട് കൊടുക്കാം. അതുപോലെ ക്യാരറ്റ്, പിന്നെ ആപ്പിള്, മല്ലിയില. ഇതിലേക്ക് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ പീനട്ട് വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടുണ്ട്, എന്നാൽ കുറച്ചും കൂടെ ചേർക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജീരകം പൊടിച്ചത്, ചാറ്റ് മസാല. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിൾ മാത്രമാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊമഗ്രാനേറ്റ് ഒക്കെ ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് ബ്രോക്കോളി ഒക്കെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് ചേർക്കാം. അതുപോലെ പനീറാണെങ്കിലും ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടോ ഒക്കെ ചേർക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത് സവാളയും തക്കാളിയും ചേർത്തിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. നമ്മൾ നോർമലി സാലഡ് ചെയ്യുന്ന പോലെ ഒലീവ് ഓയിലോ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ നമ്മുടെ കുറച്ച് മസാലകളും കൂടെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെ ബൈ.